أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവനിഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും പ്രതീക്ഷയോടും കൂടി അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ ടെൻഷനും അസ്വസ്ഥതകളുമില്ലാത്ത, മരണമില്ലാത്ത, അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ വിട പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ജുമാ ഖുതുബയിലാണ് നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏതെല്ലാം ആഘോഷങ്ങൾ നടക്കുമ്പോഴും അതിനടുത്ത ദിവസം മീഡിയകളിലും മാധ്യമങ്ങളിലുമൊക്കെ ആ ആഘോഷത്തിൽ വിറ്റഴിച്ച ലഹരിയുടെയും മദ്യത്തിൻ്റെയും എത്ര കോടി രൂപയ്ക്ക് വിറ്റു എന്നുള്ളതിൻ്റെ കണക്ക് മാധ്യമങ്ങൾ കൃത്യമായി വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ഒരു ഈദുൽ ഫിത്തറിലും ഒരു ഈദുൽ അദ്ഹയിലും ചരിത്രത്തിൽ ഇന്നേ വരെ ലഹരിയുടെ കണക്കുകളല്ല രേഖപ്പെടുത്തുന്നത്. ഈ കഴിഞ്ഞുപോയ പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തിൽ ഫിത്ർ സക്കാത്തിലൂടെ 15,000 മെട്രിക് ടൺ അരിയാണ് സാധു മനുഷ്യരിലേക്ക് വിതരണം ചെയ്തത് എന്ന കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആഘോഷങ്ങളൊക്കെയും ലഹരികളില്ലാത്ത, മനുഷ്യരെ അസ്വസ്ഥമാക്കാത്ത, വിശക്കുന്ന മനുഷ്യർക്ക് അന്നം കൊടുക്കുന്ന, നാം ഒന്ന് പരിശോധിച്ചാൽ ഇസ്ലാമിൻ്റെ 2 ആഘോഷങ്ങൾ, ഈദുൽ ഫിത്തറാണെങ്കിലും ഈദുൽ അദ്ഹയാണെങ്കിലും ദാനധർമ്മങ്ങളിലൂടെ വിശക്കുന്ന മനുഷ്യർ, ഭൂമിയിൽ ഒരാളും വിശന്നിരിക്കേണ്ട ഒരവസ്ഥ വരരുത് എന്ന ദാനധർമ്മമാണ് ഈദുൽ ഫിത്തറിലെ ഫിത്ർ സക്കാത്തും ഈദുൽ അദ്ഹയിലെ ഉളുഹിയ്യ എന്ന കർമ്മവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ പരിശുദ്ധമായ റമളാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് പ്രിയമുള്ളവരെ? ഒരു വിശ്വാസി ഒരു മാസക്കാലം ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിൽ 13-14 മണിക്കൂർ റബ്ബിന് വേണ്ടി ഉപവാസം അനുഷ്ഠിച്ച് രാത്രികാലങ്ങളിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം കൈകെട്ടി നിന്ന് റബ്ബിന് ഇബാദത്തുകളും ആരാധനകളിലൂടെയും നാം നേടിയെടുത്തത് എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിരാശകളില്ലാതെ, മനസ്സിൻ്റെ അടിത്തട്ടുകളിലുള്ള നിരാശയും നൈരാശ്യങ്ങളുമില്ലാതെ ജീവിതത്തിൻ്റെ ഏതേത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള
ഒരു ആത്മീയമായ ഉൾക്കരുത്താണ് ഈ പരിശുദ്ധ റമളാൻ നമുക്ക് നൽകി വിടവാങ്ങിയത്. ഈ കഴിഞ്ഞുപോയ ഈദുൽ ഫിത്തറിൽ പോലും ഗസയിലെ ഒരു കുടുംബത്തിലെ 3 മക്കളും അവരുടെ പേരമക്കളും ഇസ്രായേൽ എന്ന നരാധമന്മാരുടെ ബോംബുകൾക്ക് വിധേയരായി മരണപ്പെട്ടപ്പോഴും ആ പിതാവിൻ്റെ പ്രസന്നമായ മുഖം നമ്മളൊക്കെ കണ്ടവരാണ്. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വിശ്വാസികൾക്ക് നൽകുന്ന സമാധാനം, ഫലാ തയഅസൂ മിർ റൗഹില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ ആശ്വാസത്തിൽ നിരാശപ്പെടരുതേ. ഫലാ തയഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികളായ മനുഷ്യർക്കാണ് ഹൃദയത്തിൽ ചൊറിച്ചിലും നിരാശയും ദുഃഖവും പ്രയാസവും ആത്മഹത്യകളുമൊക്കെ ഉണ്ടാകുന്നത്. വിശ്വാസി, ഒരു മുഅ്മിനിനെ, ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മാനസികമായ ഒരു ഉൾക്കരുത്താണ് ഈ കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങളിലൂടെ, ഈ ഉപവാസത്തിലൂടെ നമുക്ക് കിട്ടിയ ആത്മീയമായ ഒരു ആനന്ദവും ആഹ്ലാദവും. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. സാമ്പത്തികമായ പ്രതിസന്ധികളുള്ളവരുണ്ട്, ശാരീരികമായ പ്രതിസന്ധികളുള്ളവരുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന മരണമാണ്, മരണാനന്തര ജീവിതമാണ്. ഈ പരിശുദ്ധമായ റമളാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം തന്നെ എന്തായിരുന്നു പ്രിയമുള്ളവരെ? മരണാനന്തരം വിജയിക്കാനുള്ള, മരണാനന്തരം ഒരിക്കലും പ്രയാസപ്പെട്ട് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങാതെ സന്തോഷത്തോടുകൂടി മലക്കുകളുടെ ആഹ്ലാദങ്ങളും അനുമോദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങിയത്. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ പ്രതിസന്ധി മരണമാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മെ സഹായിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടാകും. കാസർഗോഡ് ജില്ലയിൽ ജീവിക്കുന്ന ഒരു കുടുംബമെന്ന് കരുതുക. അദ്ദേഹത്തിന്റെ ചെറിയ മകനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു 10 മണിക്കൂറുകൾക്കുള്ളിൽ ഈ കുട്ടിയെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇടുങ്ങിയ റോഡുകളെല്ലാം വിശാലമാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ മനുഷ്യ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ആംബുലൻസിന് കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് എത്രയെത്രയോ ജീവനുകളാണ് മനുഷ്യർ രക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. നമ്മളൊക്കെയും പത്രമാധ്യമങ്ങളിലൂടെയും നമ്മളൊക്കെ കണ്ടതാണ്. സൗദി അറേബ്യയിൽ 10-17 വർഷമായി ജയിലിൽ കഴിയുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ വധശിക്ഷക്ക് 3-4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. എന്നാൽ കേരളത്തിലെ മതവിശ്വാസങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൊണ്ട്, വിശ്വാസികളും വിശ്വാസികളല്ലാത്ത എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൊണ്ട് ആ മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്താനുള്ള ബദ്ധശ്രദ്ധയോടുകൂടിയുള്ള അത്യന്തം കഠിനമായ ആ പരിശ്രമം നമ്മളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതൊന്നുമല്ല. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ലോകത്തു നിന്ന് നാം വേർപെടുന്ന വേർപാടാണ്. ആ വേർപാടിൽ നമ്മുടെ നഷ്ടമാണ് അവിടെ വ്യക്തമാകുന്നതെങ്കിൽ അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും എനിക്കെന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ മരണസമയത്ത് നാം വിജയിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമ്മെ മടക്കി കിട്ടി എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ
ആ പരലോകത്ത് അവനത് കാണാൻ കഴിയും. വലിയ തിന്മകളൊന്നുമില്ല, ചെറിയ ഒരു തിന്മയാണ് ചെയ്തതെങ്കിൽ പോലും അതും അവന് പരലോകത്ത് കാണാൻ കഴിയും. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ തിരിച്ചറിവ് മരണാനന്തരം എനിക്ക് വിജയിക്കണം. ഏത് നിമിഷവും നമ്മളിലേക്ക് മരണം കടന്നു വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, ഏതൊരു മരണത്തിൽ നിന്നാണോ മനുഷ്യരെ നിങ്ങൾ ഓടിയകലാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. ഈ ലോകത്ത് നമ്മെ സഹായിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടെങ്കിലും, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിലും, ഈ ലോകത്ത് നിന്ന് വേർപെടാനുള്ള സമയമാകുമ്പോ നാം ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിലേക്ക് യാത്രയാകും. ആ മരണസമയവും ആ മരണസമയത്തിന് ശേഷമുള്ള പരലോക ജീവിതവുമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അവിടെ വിജയിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണസമയത്ത് ആ വേദന അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞത്, യാ ആയിഷ ഇന്നലിൽ മൗതി സക്കറാത്ത്, അല്ലയോ ആയിഷ, മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട്. നാം ഒരാളും, ഇവിടെ ഇരിക്കുന്ന ഒരാളും മരണത്തിന്റെ വേദന അറിഞ്ഞിട്ടില്ല. അസഹനീയമായ മരണത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, യാ ആയിഷ ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് താങ്ങാനാകാത്ത വേദനയുണ്ട് ആയിഷ. നാം പ്രാർത്ഥിക്കേണ്ടത്, നാം ആഗ്രഹിക്കേണ്ടത് മരണസമയത്തുള്ള വേദന ഇല്ലാണ്ടിരിക്കുവാൻ വേണ്ടിയല്ല. അല്ലാഹുവേ, ആ സമയത്ത് തന്നെ നീ സഹായിക്കണമേ, അതൊന്ന് ലഘൂകരിച്ചു തരണമേ. ആ മരണസമയത്തുള്ള ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതായിരുന്നു പരിശുദ്ധ റമദാൻ നമുക്ക് മടങ്ങിപ്പോയത്. ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ, ആ ലോകത്ത് മരണസമയത്ത് നമുക്ക് ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്ന സമയത്ത് സന്തോഷകരമായി ഈ ലോകത്ത് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറയണമെങ്കിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിൽ ഖയ്യിസ്, ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നറിയുമോ? അൽ ഖയ്യിസു, യഥാർത്ഥ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, സ്വന്തം നഫ്സിനെ കടിഞ്ഞാണിടുകയും നമ്മുടെ നാവിനെയും നമ്മുടെ കണ്ണുകളെയും അതുപോലെ തന്നെ വിചാരങ്ങളെയും കടിഞ്ഞാണിടുകയും അതീവ സൂക്ഷ്മതയോടുകൂടി ഉപയോഗപ്പെടുത്തുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ പറഞ്ഞു, 5 അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങൾ 5 അവസ്ഥകളെ വളരെയധികം ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഗ്തനിം ഹംസൻ ഖബ്ല ഹംസ്, ജീവിതത്തിന്റെ 5 സന്ദർഭങ്ങൾ വരുന്നതിനു മുമ്പ് നിങ്ങളുടെ ഈ 5 സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം. അതിലൊരേ ഒരെണ്ണം മാത്രമാണ് പറയുന്നത്. റസൂൽ പറഞ്ഞത് ഹയാതക ഖബ്ല മൗതിക്, മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പ്, മരണം വരുന്നതിനു മുമ്പ് നിന്റെ ജീവിതത്തെ, നിന്റെ ആരോഗ്യകരമായ അവസ്ഥയെ, ഈ ധന്യമായ അവസ്ഥയെ നീ പ്രയോജനപ്പെടുത്തണം. ചിലപ്പോൾ നീ രോഗിയായി, നീ ബെഡിൽ തന്നെ, ഹോസ്പിറ്റലിൽ തന്നെ കിടപ്പ് രോഗിയായാൽ നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകും. തൊണ്ടയിൽ നിന്ന് താഴോട്ടൊരു ഇറുക്ക് വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു രോഗത്തിലേക്ക് നീ പോകുന്നതിന് മുമ്പ്, ഹയാതക ഖബ്ല മൗതിക്, നിന്റെ മരണത്തിനു മുമ്പ്, നിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതിന് മുമ്പ്, നിന്റെ ശരീരം തളർന്നു പോകുന്നതിന് മുമ്പ്, ആ മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ അവസരവും സന്ദർഭവും ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പ്രതിസന്ധികളുടെയും പ്രയാസത്തിന്റെയും സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ആശ്വാസവും സമാധാനവും നമുക്ക് കിട്ടുന്നത്. പടച്ചനാഥന്റെ ആശ്വാസവും പടച്ചനാഥന്റെ കാരുണ്യവും നമുക്ക് കിട്ടുന്നത് ആരോഗ്യമുള്ള അവസ്ഥകളിൽ,
നാം ജീവിച്ചിരിക്കുന്ന യൗവന കാലഘട്ടത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ഹറാമുകളിൽ നിന്ന് മാറി പരിശുദ്ധ റമളാനിൽ നമ്മുടെ കണ്ണിനെ നാം നിയന്ത്രിക്കാൻ പഠിച്ചു. പരിശുദ്ധ റമളാനിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നാം പഠിച്ചു. കാരണം ഞാൻ ഈ ചുട്ടുപൊള്ളുന്ന ഈ ചൂടുള്ള പകലുകളിൽ ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കാതിരുന്നാൽ, ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കാതിരുന്നാൽ, ഞാൻ എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കാതിരുന്നാൽ നമുക്കറിയാം ഇതൊരു പട്ടിണി മാത്രമാകുമെന്ന്. റമളാനിൽ നാം അത്തരമൊരു തഖ്വയാണ്, അത്തരമൊരു സൂക്ഷ്മതയാണ് നാം നേടിയെടുത്തത്. എന്നാൽ പ്രിയമുള്ളവരെ, ശവ്വാലിന്റെ അമ്പിളിക്കാർ ആകാശത്ത് ദൃശ്യമായതോടുകൂടി പടച്ചനാഥൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മുടെ തഖ്വ നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകരുത്. പരിശുദ്ധ റമളാൻ കഴിഞ്ഞ ഒരു മാസക്കാലം കഴിഞ്ഞ് ഭൗതികമായ ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചു. ഇവിടെയാണ് റമളാൻ ഒരു മാസം നേടിയെടുത്ത തഖ്വ എന്ന ഇന്ധനം. തഖ്വയിലൂടെ നമുക്ക് നമ്മുടെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ നോമ്പ് സ്വീകരിച്ചിട്ടില്ലയോ? ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ മൊബൈലിൽ അശ്ലീലങ്ങൾ വരുമ്പോ അതിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് നാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു ആപത്ഘട്ടത്തിലും അള്ളാഹുവിന്റെ സഹായവും പടച്ചവന്റെ കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വെറുതെ ഒരു കഥ പറയുകയല്ല. യൂനുസ് നബി അലൈഹിസ്സലാം അന്തോക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനവുമായി കടന്നു ചെന്നു. അവിടുത്തെ ജനങ്ങൾ വൈകാരികമായി പ്രതികരിച്ചപ്പോൾ, വൈകാരികമായി ആ പ്രവാചകനെ സമീപിച്ചപ്പോൾ മനമെടുത്ത് ആ പ്രവാചകൻ ഒരു കപ്പലിൽ യാത്ര ആരംഭിച്ചു. നമുക്കൊക്കെയും ദീർഘമായ ചരിത്രം അറിയാം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കപ്പലിന്റെ ഉദ്യോഗസ്ഥർ ആഴമുള്ള സമുദ്രത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഒരു മത്സ്യം വിഴുങ്ങുകയുണ്ടായി. ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ചതഞ്ഞരഞ്ഞ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ മത്സ്യത്തിന്റെ ഉള്ളിലും അദ്ദേഹം ജീവനോടുകൂടിയിരിക്കുന്നു. ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല പടച്ചവനെ. സുബ്ഹാനക, നീ പരമ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിലായി പോയി, ഞാൻ അവിവേകികളുടെ കൂട്ടത്തിലായി പോയി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ആ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, റബ്ബിനെ തസ്ബീഹ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, റബ്ബിനെ ഓർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാന നാൾ വരെ യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ കഴിയേണ്ടി വരും. ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് ആ പ്രവാചകനെ സുരക്ഷിതമാക്കിയത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, മാത്രമല്ല റബ്ബിനോടുള്ള ഇസ്തിഗ്ഫാറാണ്. ആ ഒരു ചരിത്രം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കഥ കേൾക്കുവാൻ വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിലും ഏതേത് സന്ദർഭങ്ങളിലും റബ്ബിനെ സ്തുതിക്കുകയും റബ്ബിനെ വാഴ്ത്തുകയും വെറുതെ ഒരു കേവലം ഒരു റുകൂഉം സുജൂദുമാകാതെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള റുകൂഉം സുജൂദുമായി കൊണ്ട് എൻ്റെ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് സുജൂദ് ചെയ്യേണ്ടതെന്നുള്ള ബോധ്യത്തോടെ നാം ഹൃദയ നിഷ്കളങ്കതയോടുകൂടി റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ പ്രതിസന്ധിയിൽ നിന്ന് സുരക്ഷിതമാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നും, നമ്മുടെ മനസ്സിന്റെ വേദനകളിൽ നിന്നും, നമ്മുടെ മനസ്സിനെ വല്ലാതെ പിരിമുറുക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതമാക്കുമെന്നാണ് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമുക്കൊക്കെയും അറിയാം, ഫിർഔൻ എന്ന ലോകം കൊണ്ട ഏറ്റവും വലിയ അക്രമിയായ മനുഷ്യൻ, ഫറോവയുടെ ചരിത്രം നമുക്കറിയാം. ഫറോവ നൈൽ നദിയുടെ അഗാധ ഗർത്തങ്ങളിൽ കിടന്ന് മുങ്ങിത്താരുമ്പോ ജീവിതം വേറുപെട്ടു പോകും, ഇനി മരണമല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും ബാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഫിർഔൻ ആ നൈൽ നദിയുടെ അഗാധ ഗർത്തങ്ങളിൽ കിടന്ന് വിളിച്ചു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
ഹത്താ ഇദാ അദ്റകഹൽ ഗറഖ്. അതേ, യൂനുസ് ഫിറഔൻ നൈൽ നദിയുടെ അഗാധ ഗർത്തങ്ങളിൽ കിടന്ന് വെള്ളത്തിൽ മുങ്ങിത്താന്ന സന്ദർഭത്തിൽ ആ സമയത്ത് ഫിറഔൻ വിളിച്ചു പറഞ്ഞു, ഖാല ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായേൽ. ഇസ്രായേൽ മക്കൾ ഏതൊരു അല്ലാഹുവിൽ വിശ്വസിച്ചുവോ ഞാൻ ആ നാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ടോ ഫിറഔൻ പറയുകയാണ്, വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. റബ്ബിന്റെ മുന്നിൽ സർവ്വപത്തിയും താഴ്ത്തിക്കൊണ്ട് വഅന മിനൽ മുസ്ലിമീൻ എന്ന് ഫിറഔൻ അല്ലാഹുവിന്റെ മുന്നിൽ പറയുകയാണ്. തിരിച്ച് റബ്ബ് ചോദിച്ചത്, ആൽ ആന, ഇത്തരമൊരു സന്ദർഭത്തിലാണോ നിന്റെ മനം മാറ്റം? വഖദ് അസൈതു ഖബൽ, ഇതിനു മുമ്പ് ധാരാളം പാപങ്ങളും കുറ്റകൃത്യങ്ങളും നീ പ്രവർത്തിച്ചു. വഖുന്തു മിനൽ മുഫ്സിദീൻ, ഭൂമിയിൽ കലാപകാരികളായിക്കൊണ്ട് ചെറിയ പൊന്നുമക്കളെ പോലും കൊന്നു തള്ളിക്കൊണ്ട് അഹങ്കാരിയായി ജീവിച്ചിട്ട് ആൽ ആൻ, ഇപ്പോഴാണോ നിന്റെ മാനസാന്തരം? ഈ ഒരു ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും നമ്മുടെ റബ്ബ് നമ്മെ സഹായിക്കും. ആ റബ്ബ് നമ്മെ സഹായിക്കണമെങ്കിൽ ഹൃദയ നിഷ്കളങ്കതയോടുകൂടിയുള്ള സ്മരണയും ഓർമ്മയും ഇസ്തിഗ്ഫാറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ റമദാൻ നമുക്ക് പകർന്നു തന്നത് അത്തരമൊരു തഖ്വയും അത്തരമൊരു പാപമോചനവും അത്തരമൊരു സൂക്ഷ്മതാ ജീവിതവുമാണ്. പരിശുദ്ധ റമദാനിന്റെ 29 ദിനരാത്രങ്ങളിലൂടെ നാം കൈവരിച്ചത്. പ്രിയമുള്ളവരെ, സമകാലിക സാഹചര്യത്തിൽ ഏതേത് പ്രതിസന്ധികൾ വിശ്വാസികളിലേക്ക് കടന്നു വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്തും മാനസികമായ ഒരു ഉന്മേഷവുമാണ് പരിശുദ്ധ റമദാനിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു, ഏതൊരു പ്രതിസന്ധിയുടെയും സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രം ഒരു പുതിയ ഇലക്ഷനിലേക്ക് മാറുകയാണ്. ഒരു പുതിയ ഇലക്ഷനിലേക്ക് മാറുമ്പോൾ നാം ഒക്കെ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ നാട് എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ മണ്ണാണ്. അതുപോലെ നമ്മുടെ നാട് എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ നാടാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമുള്ള, ബഹുസ്വരതയുള്ള, ബഹുവർണ്ണങ്ങൾ നിറഞ്ഞ ഒരു നാടാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. നാം ഈ വർഷത്തെ ഇലക്ഷൻ വളരെയധികം പ്രതീക്ഷയോടെയാണ്, വളരെ ആശങ്കയോടെയും പ്രതീക്ഷയോടും കൂടിയായിട്ടാണ് ഈ ഇലക്ഷൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ചയാണ് വരുന്നത്. വെള്ളിയാഴ്ചയാണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും ആ ഇലക്ഷനിൽ നമ്മുടെ കുടുംബം മുഴുവനും നിർബന്ധമായും വോട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥനകൾ മാത്രം പോരാ, അതിനോടൊപ്പം പ്രവർത്തനവും ഉണ്ടാകണം. നമ്മുടെ രാജ്യം വർഗീയതകളിലേക്ക് നീങ്ങാൻ പാടില്ല. നമ്മുടെ നാട് അനൈക്യങ്ങളിലും ഭിന്നിപ്പുകളിലും നീങ്ങാൻ പാടില്ല. നമ്മളെ കൊണ്ടുള്ള ആവുന്ന പരിശ്രമങ്ങൾ നടത്തിയിട്ട് ഒരു വിശ്വാസി ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സദ്ഖ്, എൻ്റെ റബ്ബേ, എന്നെ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ നീ പ്രവേശിപ്പിക്കണമെങ്കിൽ സത്യസന്ധതയെ നീ അനിവാര്യമാക്കണമേ. വീണ്ടും അള്ളാഹു പറഞ്ഞത് വഖറജനി മുഖ്റജ സദ്ഖ്, എന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്താക്കുകയാണെങ്കിൽ അതും സത്യസന്ധതയോടുകൂടിയാകണമേ. അള്ളാഹുവേ, ഞാൻ ഏതെങ്കിലും ഒരു പ്രവേശന കവാടത്തിൽ പ്രവേശിക്കുകയാണെങ്കിലും ഒരുപക്ഷെ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിലും അത് സത്യസന്ധതയോടുകൂടിയാകണമേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാർത്ഥനയായി നമ്മെ പഠിപ്പിച്ചത് വജഅൽ ലി മിൻ ലദുങ്ക സുൽത്താനൻ നസീറ, അല്ലാഹുവേ, നമ്മെ സഹായിക്കുന്ന, നമ്മുടെ മതത്തെ സഹായിക്കുന്ന, നമ്മുടെ സമാധാനവും നിർഭയത്വവും നൽകുന്ന, വർഗീയതയിൽ നിന്നും അനൈക്യങ്ങളിൽ നിന്നും മാറ്റുന്ന ഒരു ഭരണാധികാരിയെ, ഒരു നമ്മെ സഹായിക്കുന്ന ഒരു സുൽത്താനിനെ, ഒരു അധികാരിയെ നാഥാ നീ ഞങ്ങൾക്ക് തരയണമേ എന്ന് നിരന്തരം അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ റമളാനിൽ നാം നേടിയെടുത്ത തഖ്വയും നാം നേടിയെടുത്ത ഉന്മേഷവും ഊർജവും ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും തളർന്നും നഷ്ടപ്പെട്ടും പോകാതെ അതീവ സൂക്ഷ്മതയോടുകൂടി മരണം വരെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്കൊക്കെയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.